24-ന്റെ സംഘം ബൽറാം നെടുങ്ങാടി ഒപ്പം ജോഗേഷ് സിംഗും അവിടെ നേരിട്ട് ചെന്ന് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു. അവിടെ എത്രമാത്രം ആ സാധാരണക്കാരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. എവിടെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ പാക് പോസ്റ്റിൽ നിന്നും തുടരെ ഷെല്ലാക്രമണം ഉണ്ടാകുന്നു. അത് ഈ സാധാരണക്കാർ ജീവിക്കുന്ന മേഖലയിലേക്ക് ഉണ്ടാകുന്നു. അവിടെ ഇപ്പോഴും അവിടെ പുകച്ചുരുളുകൾ മുകളിലേക്ക് പോകുന്നത് കാണാം. അങ്ങനെ ആ രീതിയിൽ എങ്ങോട്ടെന്നില്ലാതെ പാക് പോസ്റ്റുകളിൽ നിന്നും തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ ഇസ്ലാമാബാദ്. അവിടെയാണ് ഇപ്പോൾ 24 സംഘം എത്തിയിരിക്കുന്നത്. ഗ്രൗണ്ട് സീറോ എന്നുള്ള എക്സ്ക്ലൂസീവ് ലൈവ് വിഷ്വൽസ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, ഇവിടെയൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, തൊട്ടടുത്ത് തന്നെ മറ്റു വീടുകളുണ്ട്. അവിടെ ഒന്നും ഇപ്പോൾ ആൾക്കാരെ കാണുന്നില്ല, പുറത്ത് ആരെയും കാണുന്നില്ല. ഇവരൊക്കെ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും വലിയ ആക്രമണമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവരേക്ക് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണോ? അത്തരം വിവരങ്ങളൊക്കെ ഈ ഉറി മേഖലയിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ ബൽറാം? പ്രജിൻ, ഇവിടെയുള്ള ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ പേരും ഇവിടെ നിന്ന് മാറിയിരിക്കുന്നു. അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. കാരണം ഏത് നിമിഷവും ഇന്ന് രാത്രിയും ഇവിടെ ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യവും. ഒപ്പം തന്നെ വലിയ ആശങ്ക ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പൂർണ്ണമായും തന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാട്ടുകാർ പൂർണ്ണമായും ഈ വീട്ടുകാർ ഇത് വിട്ടൊഴിഞ്ഞു പോയിരിക്കുന്നു. അതേസമയം പലരെയും ഉറിയിലെ ക്യാമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. മറ്റു ചിലർ സ്വന്തം ബന്ധുക്കളുടെ മറ്റും വീടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. ശ്രീനഗറിലെ ബന്ധുക്കളുടെയും മറ്റും വീടുകളിലേക്ക് മാറിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുട്ടികളുടെ പുസ്തകങ്ങൾ അടുക്കി വെച്ച അതാണ്. ഇപ്പോഴും അതിൽ പുകച്ചുരുളുകൾ, തീ ഇപ്പോഴും എരിയാതെ കത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു വീട്, സാധാരണക്കാരായ ഒരു കുടുംബം താമസിച്ചിരുന്ന ഒരു വീടാണ് ഇത്തരത്തിൽ ഒറ്റ രാത്രി കൊണ്ട് പാകിസ്ഥാൻ ഈ ഭീകരവാദികൾക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് പക തീർക്കാനായി, പ്രതികാരം ചെയ്യാനായി സാധാരണക്കാർക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒരു വീടിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. സമീപത്തുള്ള മറ്റ് 2 വീടുകൾ കൂടി സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ചാരമാക്കി മാറ്റിയിരിക്കുന്നു പാകിസ്ഥാന്റെ അതിക്രമത്തിൽ എന്നുള്ളതാണ്. ഒരു ഭീരുരാഷ്ട്രം ഭീകരവാദികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഭീരുരാഷ്ട്രം തൊട്ട അയൽ രാജ്യത്തിന്റെ സാധാരണക്കാരായ ആളുകളുടെ നേർക്ക്, അവരുടെ വീടുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ അതിക്രമം കാണിച്ചിരിക്കുന്നത്. ശത്രുവിന്റെ നേരെയല്ല, സാധാരണക്കാരായ നിരായുധരായ മനുഷ്യർക്ക് നേരെയാണ് രാത്രിയുടെ ഇരുട്ടിൽ ഇത്തരത്തിൽ കടുത്ത ആയുധങ്ങൾ പ്രയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത്. മാരക പ്രഹരശേഷിയുള്ള ആയുധമാണ് സാധാരണക്കാരുടെ വീടിന് മേൽ പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ ഒരു ഒറ്റ ഷെല്ലാക്രമണത്തിൽ തന്നെ ഈ ഒരു അടുക്കളയുടെ ദൃശ്യങ്ങളാണ് ഇത്. ഇവിടുത്തെ ടൈൽസുകൾ മുഴുവൻ പൊട്ടിത്തെറിച്ച് ഛിന്നം ഭിന്നമായി പോയിരിക്കുന്നു. അത്രത്തോളം മാരകമായ പ്രഹരശേഷിയുള്ള ആയുധമാണ് സാധാരണക്കാരായ ആളുകളുടെ വീടിന് നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് ഈ ദൃശ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് തെമ്മാടി രാഷ്ട്രം എന്ന് UN പോലും ഇന്ത്യക്ക് പറയേണ്ടി വന്നത്. പാകിസ്ഥാനെ കുറിച്ച് തെമ്മാടി രാഷ്ട്രമാണ്. അത് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ പറയുന്ന പോലെ പാവങ്ങളായ ആൾക്കാർക്ക് നേരെ, അവർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ഈ രീതിയിൽ ഷെല്ലാക്രമണം നടത്തുക, അവരെ കൊല്ലുക. 15 ഗ്രാമീണർ ആ മേഖലയിൽ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആകെ 15 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാകാം എന്ന സ്ഥിതിയും ഒക്കെ തന്നെയുണ്ട്. ബൽറാം അവിടെ സുരക്ഷയോടെ ഇരിക്കുക. കാരണം ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്നത് പോലെ ഇനിയും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ന് രാത്രിയൊക്കെ അത്തരത്തിൽ പാക് പോസ്റ്റുകളിൽ നിന്നും തുടരെ ഷെല്ലാക്രമണം ഉണ്ടായേക്കാം. സോ ബി സേഫ് ബൽറാം ആൻഡ് ബി സേഫ് ജോഗേഷ് സിംഗ്. അങ്ങനെ 2 പേരും അവിടെ എത്തിയിട്ടുണ്ട്. 24-ന്റെ സംഘമാണ് ഇപ്പോൾ എക്സ്ക്ലൂസീവായി ഈ വിഷ്വൽസ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നേരിട്ട് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായ സ്ഥലത്തും അവിടെ എത്തിയ ശേഷമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ വീടിന്റെ പലയിടങ്ങളിൽ നിന്നും ഈ പുകച്ചുരുൾ മുകളോട്ട് പോകുന്നത് നമുക്ക് കാണാം. ഷെല്ലാക്രമണം നടത്തിയ ശേഷവും അവിടെ പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. തൊട്ടടുത്ത വീടുകളിലെ ജനലുകളും ഒപ്പം തന്നെ വാതിലുകളും എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥ. അവിടുത്തെ മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതി. ഇനിയും അവിടെ ആക്രമണം ഉണ്ടാകാം എന്നൊരവസ്ഥ. തൊട്ടപ്പുറത്തുള്ള ഒരു കുന്നിൻ മുകളിൽ നിന്നുമാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുന്നിനപ്പുറത്താണ് പാക് പോസ്റ്റുള്ളത്. പക്ഷേ എങ്ങോട്ട് നിറയൊഴിക്കണം എന്നൊന്നും പാകിസ്ഥാന് കൃത്യമായ ഒരു ബോധ്യവുമില്ല. ഉണ്ടായ ഒരു തിരിച്ചടി അതിൽ പകച്ചു പോയിരിക്കുകയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ
കണ്ണിൽ കണ്ടിടത്തേക്കൊക്കെ വെടിവെക്കുക, 4 ഭാഗത്തേക്കും വെടിവെക്കുക എന്നൊരു രീതിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തെമ്മാടി രാഷ്ട്രം എന്നവരെ വിളിക്കുന്നതും ഇന്ത്യ UN-ലടക്കം. ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, ഇസ്ലാമാബാദിലെ ഇപ്പോഴത്തെ സാഹചര്യം അത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. അവിടെ പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു ആ വീടുകളെല്ലാം. സാധാരണക്കാരായ ഗ്രാമീണർ വസിക്കുന്ന ഇടങ്ങളെയാണ് പാകിസ്ഥാൻ ഈ രീതിയിൽ ലക്ഷ്യം വെച്ചത് എന്ന് ഈ ദൃശ്യങ്ങൾ പറയും. 24-ന്റെ ഈ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. ബൽറാം, ഇനി അറിയേണ്ടത് 15ഓളം ഗ്രാമീണർ ആ മേഖലയിലാകെ കൊല്ലപ്പെട്ടു ഈ പാക് ഷെല്ലാക്രമണത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇപ്പോൾ ഇസ്ലാമാബാദിലടക്കമുള്ള ഇടങ്ങളിൽ അത്തരം കാഷ്വാലിറ്റീസ് ഉണ്ടോ? പ്രജിൻ, ഈ മേഖലയിൽ 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. 5 വീടുകൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം പൂഞ്ചിലാണ് അതിമാരകമായ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നമ്മൾ ബങ്കറിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ച മേഖലയാണ് അത്. ആ സ്കൂളുകളിലെ കുട്ടികൾക്കായി നിർമ്മിച്ച ബങ്കർ, ഒപ്പം തന്നെ വീടുകളിൽ നിർമ്മിച്ച ബങ്കറുകളുടെ ഉൾപ്പെടെ ഉള്ള ദൃശ്യങ്ങൾ നമ്മൾ നൽകിയിരുന്നു. ആ ഒരു മേഖലയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അതിമാരകമായ ആക്രമണത്തിലാണ് പൂഞ്ച് മേഖലയിൽ മാത്രം 15 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ 12 വയസ്സായ കുട്ടിയും 3 സ്ത്രീകളും അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഈ കിരാതമായ നരവേട്ടയിൽ, അതും ഇത്തരത്തിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റിന് സമീപം തന്നെയാണ് ആ ഒരു പ്രദേശവും. ഈ മേഖലയേക്കാൾ കുറച്ചുകൂടി നിയന്ത്രണ രേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ പൂഞ്ചിലേത്. അതുകൊണ്ട് തന്നെ അതീവ മാരകമായ ആയുധങ്ങൾ പ്രയോഗിച്ച ഘട്ടത്തിൽ നിരവധി വീടുകൾ തകർന്നു പോയിരിക്കുന്നു. 15 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. 46 പേർക്ക് പൂഞ്ചിൽ പരിക്കേറ്റിരിക്കുന്നു. കൂടാതെ വീടുകൾക്ക് സംഭവിച്ച കേടുപാടുകൾ അതിന്റെ കണക്ക് പോലും എടുക്കാൻ പൂർത്തിയായിട്ടില്ല. കൂടാതെ വളർത്തുമൃഗങ്ങൾ ഒട്ടനവധി ചത്തൊടുങ്ങിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ മിണ്ടാപ്രാണികളെ പോലും വെറുതെ വിടാതെ അവയ്ക്കെതിരെ പോലും ആയുധങ്ങൾ പ്രയോഗിക്കുന്ന ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ കൃത്യമായി തന്നെ തങ്ങൾ എന്ത് എന്നുള്ള ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഈ ഇന്നലെ രാത്രിയിൽ ഇന്ന് പുലർച്ചെയുമായി നടന്ന ആക്രമണത്തിലൂടെ അത്രത്തോളം നീചമായ കൃത്യം മറ്റ് ഒരു രാഷ്ട്രത്തിനോ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതുവരെയും മറ്റ് ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയില്ല. ഒരു രാജ്യം സ്വന്തം രാജ്യത്ത് ആക്രമണം നടത്തിയ, സ്വന്തം ഇടത്ത് സ്വന്തം നിഷ്കളങ്കരായ 26 പേരെ കിരാതമായി ചുട്ടുകൊന്ന ഭീകരവാദികൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ആ നാട്ടിലെ അതിർത്തിക്കുള്ളിലേക്ക് മാരകമായ ആയുധങ്ങൾ പായിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ, അതിസാധാരണക്കാരായ, ഇതിലൊന്നും യാതൊരു പങ്കും ഒന്നുമില്ലാത്ത സാധാരണക്കാരായ ആളുകളുടെ വീട്ടിലേക്ക് അർദ്ധരാത്രി മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് പ്രജിൻ കാണാൻ കഴിയും പുകച്ചുരുളുകൾ. ആ വീട്ടിൽ ആ കുടുംബം സൂക്ഷിച്ചിരുന്ന അവരുടെ ഈ മുഴുവൻ സമ്പാദ്യം, അവരുടെ കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ ഒന്നുപോലും അവശേഷിപ്പിക്കാതെ കരിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരു നീചരാഷ്ട്രം. ആ ഒരു ചിത്രം നമുക്ക് ഈ വീട്ടിൽ നിന്ന് തന്നെ എന്താണ് പാകിസ്ഥാൻ എന്നതിന്റെ കൃത്യമായ ചിത്രം ബോധ്യമാകുന്നുണ്ട്. ഇന്ത്യൻ സൈന്യത്തോട് നേരിടാൻ, ഇന്ത്യൻ സൈന്യത്തെ ഏറ്റുമുട്ടാൻ ശേഷിയില്ലാത്ത പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണക്കാരായ, അതിർത്തിയിൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന അതിസാധാരണക്കാരായ മനുഷ്യരുടെ നേർക്കാണ് ആയുധങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത്. അതിലൂടെ 15 പേർ പൂഞ്ച് മേഖലയിൽ മാത്രം മരിച്ചിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഈ പ്രദേശത്ത് ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ 46 പേർ ആണ് പൂഞ്ചിൽ പരിക്കേറ്റിരിക്കുന്നത്. നിരവധി വീടുകൾ ഇനി ഉപയോഗിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മാരകമായി നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ വീടുകളെല്ലാം തന്നെ എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പുകച്ചുരുളുകൾ ഇപ്പോഴും ഉയരുകയാണ് ആ വീട്ടിൽ നിന്നും. ഇതുവരെ കത്തിത്തീർന്നിട്ടില്ല. നിമിഷങ്ങൾ മാത്രം നീണ്ടുനിന്ന അർദ്ധരാത്രിയുള്ള ഒളിയ ആക്രമണത്തിന്റെ ഫലം ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ വീട് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നു പോയിരിക്കുകയാണ്, ഉപയോഗശൂന്യമായി പോയിരിക്കുന്നു. ഇത്രത്തോളം മാരകമായി ഒരു രാഷ്ട്രത്തിന്, ഒരു രാജ്യത്തിന്, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഒരു സൈന്യത്തിന് എങ്ങനെ പെരുമാറാൻ കഴിയും എന്ന ചോദ്യമാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. ഇത് സംസ്കാരമുള്ള മനുഷ്യരായി പിറന്ന അവർക്ക്, അല്ലെങ്കിൽ യൂണിഫോം ഇട്ട ഒരു സൈന്യത്തിന് ചെയ്യാൻ കഴിയുന്ന നടപടിയല്ല നിരായുധരായ മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ വീടിന് മേൽ രാത്രി കടുത്ത ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്നുള്ളത്.
നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ഒരു കുടുംബം അവർ കാത്തുവെച്ച അവരുടെ എല്ലാ രേഖകൾ, അവരുടെ മുഴുവൻ വസ്ത്രങ്ങൾ, മുഴുവൻ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജീവൻ മാത്രമാണ് ഈ മേഖലയിൽ ഉള്ള ആളുകൾക്ക് തിരികെ കിട്ടിയിരിക്കുന്നത്. അത് കിട്ടിയ ആശ്വാസത്തിൽ ഇവിടെ നിന്നും അവർ മാറിയിരിക്കുന്നു. ഈ ഗ്രാമം പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുകയാണ്. ഏത് സമയവും ഇരുട്ടിന്റെ മറവിൽ ഇനിയും പാകിസ്ഥാന്റെ ആക്രമണം ഇവിടെ ഉണ്ടായേക്കും എന്ന ആശങ്ക അവർക്കുണ്ട്. ഒപ്പം ഇന്ത്യൻ സൈന്യം ഇതിന് മറുപടി നൽകും എന്ന ആത്മവിശ്വാസവും അവർക്കുണ്ട്.